22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അർദ്ധരാത്രി കയർമത്തും. ലവ് യുവർ നെയ്ബർ. ഈശോ പറഞ്ഞതില്ല, ലവ് യുവർ നെയ്ബർ. എനിക്ക് ബിഷപ്പിന്റെയോ അല്ലെങ്കിൽ പ്രൊവിൻഷ്യാളുടെയോ പ്രത്യേക പെർമിഷൻ വേണ്ട. ഒരു അയൽക്കാരനെ ഒരു നന്മ ചെയ്യാൻ പോകണമെങ്കിൽ ഇവരുടെ ഒന്നും പെർമിഷൻ വേണ്ട. എനിക്കിത് അവിടെ ചെല്ലുക, നമ്മുടെ സമയത്തിന് ചെല്ലുക, അവരെ എന്തിട്ടാ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സഹായം അവർക്ക് ചെയ്യുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിത്യജീവൻ കരസ്ഥമാക്കാൻ. ഈശോ പറഞ്ഞു നിത്യജീവൻ കരസ്ഥമാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിയമജ്ഞൻ ചോദിച്ചപ്പോൾ ഈശോ എന്ന് പറഞ്ഞ നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞു. ആദ്യം എല്ലാതും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്, എല്ലാ ഞാൻ കൽപ്പനകളും ഞാൻ പാലിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞത് ഉപമ, നല്ല സമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞു. എന്നിട്ട് നീയും പോയി നിത്യജീവൻ കരസ്ഥമാക്കണമെങ്കിൽ നീയും പോയി അതേപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല സമരിയക്കാരനാണ് അവിടെ നല്ലത് ചെയ്തതെന്ന്. ആരാപ്പം അത് ആ വീണ് കിടന്ന അർദ്ധപ്രാണനായിട്ടുള്ള ആൾക്ക് ആരാണ് നന്മ ചെയ്തത്? ഈശോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു നല്ല സമരിയക്കാരൻ. അവിടെ കടന്നു പോയത് ആരാ? പുരോഹിതനും കപ്പ്യാരും, ലേവ്യരും. പുരോഹിതൻ പോയി, കുർബാന എല്ലാം പോയി. കുർബാന 5 മണിക്കാണ്. പുരോഹിതന് അത് ചെല്ലിയേ പറ്റൂ, അല്ലെങ്കിൽ അടി വരും ഇടവക്കാരുടെ ഇല്ലേ. 5 മണിക്ക് കുർബാന എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ആൾക്കാർ അവിടെ വരും. അതിൻ്റെ ഇടയ്ക്ക് ഈ അർദ്ധപ്രാണം കിടന്ന് ചത്തുകൊണ്ടി തന്നെ വരും. അവിടെ ദൈവേഷ്ടം നിറവേറാനായിട്ട് ഈ പുരോഹിതന് ബുദ്ധിമുട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഈ ടൈം ടേബിള്, ഈ മതം പറയുന്ന ഇന്ന കാര്യത്തിൽ ഇന്ന ചെയ്യുക. ദൈവേഷ്ടം എന്ന് പറഞ്ഞത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണതല്ല. ദൈവേഷ്ടം നമുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ നമ്മുടെ ഇഷ്ടങ്ങളല്ലാണ്ട് ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് പോയി 5 മണിക്ക് കുർബാന ഇല്ല അവസാനിപ്പിച്ചു, അത് കഴിഞ്ഞ് 4 മണിക്ക് കൊന്തയില്ല എന്നുള്ളതല്ല. നമ്മളാ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട് ചില ദൈവേഷ്ടങ്ങളും. അർദ്ധപ്രാണനും പാവപ്പെട്ടവരും കഷ്ടപ്പാടുള്ളവരും ഉപദേശം കിട്ടേണ്ടവരും രക്ഷിക്കേണ്ടവരും. ഇപ്പോൾ കനിമൊഴിയുടെ പോലത്തെ ഒരു പെൺകുട്ടിയാണ്, 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അർദ്ധരാത്രി കയർമ തൂങ്ങി. അന്ന് ഞാൻ ഈ ഒരു അനാഥാലയത്തിൽ സേവനം ചെയ്യുന്ന സമയത്ത് അപ്പോൾ കുട്ടികളാണ് എന്നോട് വന്ന് പറഞ്ഞ് ഇത് കയർമ തൂങ്ങി പറഞ്ഞു. മനസ്സിലായ? അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പോൾ 5 മിനിറ്റ് എടുത്തു ഞാൻ ഓടിച്ചെല്ലാൻ. അവിടെ രാത്രി ഞാൻ മറ്റേ വർഷാവസാന കുർബാനയുണ്ടല്ലോ, അതിന് വേണ്ടി പ്രസംഗം അന്ന് ഞാനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഒരുങ്ങണ സമയത്താണ് ഇത് വന്ന് പറയണേ. ഞാൻ ഓടിച്ചെല്ലുമ്പോൾ നാവൊക്കെ തുറച്ച് ഇങ്ങനെ കിടക്കണം. ഇത്ര സൺസൈഡിൽ നിന്ന് ചാടിയാണ്, കഴുത്തിൽ സാരി കെട്ടിയിട്ട്. ഞാനിങ്ങനെ പിടിച്ച് പൊന്തിച്ചു, മക്കളെ സാരി മുറുക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ പൊന്തിക്കുകയും ഈ പെൺകുട്ടി വലിയ ശ്വാസം വലിച്ച് അതിന് ജീവൻ കിട്ടി. ഒരു പുരോഹിതൻ, സാധാരണ പുരോഹിതൻ ചെയ്യുമോ? അവർക്ക് പേടിയുണ്ടാവും. പോലീസിനായ ആരുടെ അടുത്ത് ആദ്യം വരിക? ഈ മണം പിടിച്ചിട്ടല്ലേ വരിക. ഇപ്പൊ ഞാൻ പൊന്തിച്ച സമയത്ത് മരിച്ചു ഉണ്ടെങ്കിലോ, മരിച്ച ആളാണെങ്കിലോ, ആ പോലീസിനായ വന്ന് മണം പിടിച്ചിട്ട് എൻ്റെ അടുത്തേക്കാണ് വരിക. പക്ഷെ ഞാൻ എന്നെയല്ല അവിടെ നോക്കിയത്. എൻ്റെ പട്ടം അന്ന് പട്ടം കിട്ടിയിട്ടില്ല. പിറ്റേ വർഷമാണ് എനിക്ക് പട്ടം കിട്ടിയത്, എൻ്റെ ഓർഡിനേഷൻ. അപ്പോൾ ഞാനത് എനിക്ക് ചെയ്യാൻ തോന്നിയത്. ഇങ്ങനെ ജീവൻ പോയിട്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പൊന്തിച്ചപ്പോൾ ആള് രക്ഷപ്പെട്ടു. അപ്പം അതേപോലത്തെ ചില ദൈവേഷ്ടങ്ങളുണ്ട്. നമ്മൾ പ്രസംഗം ഒരുങ്ങി എനിക്ക് പ്രസംഗം പറയണമെന്നുള്ളതല്ല അവിടെ കാര്യം. പള്ളിയിൽ അന്നത്തെ പ്രസംഗം എന്റെയാണ്. അതാണോ? ആ കുട്ടികളെ എന്തിനാണ് നമ്മുടെ അടുത്തേക്ക് ദൈവം വിടണത്? ബ്രദറെ അവിടെ തൂങ്ങിക്കിടക്കണമെന്ന് പറയുമ്പോൾ ഓടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആ കുട്ടികൾ എന്നോടാണ് വന്ന് പറഞ്ഞത്. ഞാൻ ലോഹം ഇങ്ങനെ പിടിച്ചിട്ടാണ് ഒരൊറ്റ ഓട്ടം ഓടിയത്. 5 മിനിറ്റ് ഓടിച്ചെന്ന്. എന്നിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് ആ കല്യാണത്തിനാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. ദൈവേഷ്ടം നമ്മൾക്ക് ഒരു കാര്യം വരികയാണെങ്കിൽ അതിന് നമുക്കൊരു തീരുമാനം എടുക്കാനും പറ്റും. അതിന് ആ സ്പോട്ടിൽ ചെല്ലാൻ പറ്റും. നമുക്ക് പിടികിട്ടിയ മതപരമായിട്ടുള്ള ഇത് കെട്ടുപാടുകളൊന്നുമില്ല നമുക്ക്. അതിന് പരിധിയില്ല. നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ പോവാം. നമുക്ക് ചെയ്യാവുന്ന നന്മ നമുക്ക് ചെയ്യാം.